എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ മാമ്പഴക്കാലമാണ്. എല്ലാവരുടെയും വീട്ടിൽ ധാരാളം മാങ്ങയൊക്കെ കാണുമായിരിക്കും. മാമ്പഴം കൊണ്ട് പല രീതിയിൽ നമുക്ക് മാമ്പഴക്കറി ഉണ്ടാക്കാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം, മാമ്പഴ പച്ചടി ഉണ്ടാക്കാം, പിന്നെ മാമ്പഴ കറിയായിട്ടുണ്ടാക്കാം. ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മാമ്പഴക്കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതും എന്നാൽ സ്വാദിന് ഒട്ടും കുറവില്ലാത്തതുമായ ഒരു മാമ്പഴക്കറി. അതിന് ഞാൻ നല്ല നാടൻ മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, 5-6 എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ നമുക്ക് തൊലി ഇങ്ങനെ അടർത്തിയെടുക്കാം. തൊലി ചെത്തണ്ട, മാമ്പഴം നല്ല പഴുത്തതായതുകൊണ്ട് ഇങ്ങനെ കളഞ്ഞാൽ മതി. ഇങ്ങനെ വലിച്ചെടുത്ത് എടുത്താൽ മതി. തൊലി അങ്ങനെ എടുക്കുമ്പോൾ മാങ്ങ പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെത്തിയിട്ടാലും മതി. ഇതുപോലെ ഇങ്ങനെ നേർമയായിട്ട് ചെത്തിയിട്ടാൽ മതി. എന്നിട്ട് ഇതുപോലെ കണ്ടിച്ചിടണം. ഇങ്ങനെ ഒരു പൂണ്ടെടുത്തു, അതിൻ്റെ പകുതി ഇങ്ങനെ കണ്ടിച്ചിടണം, 2 സൈഡിൽ നിന്ന് അങ്ങനെ. മാങ്ങയെല്ലാം ഞാൻ അരിഞ്ഞെടുത്തു. ഞാനൊരു കൽച്ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത്. കൽച്ചട്ടിക്കകത്ത് ഉണ്ടാക്കിയതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഇത്ര ശർക്കരയും കൂടെ ചേർക്കണം. ഇത്ര ശർക്കരയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിക്കും. ഇത്രയും വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് വേവിക്കും. മാമ്പഴം എല്ലാം വെന്ത് ചാറൊക്കെ കുറുകി നല്ല ഇതായിട്ടുണ്ട്, നല്ല കൺസിസ്റ്റൻസി ഒക്കെ നല്ല ഇതായിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇത് വാങ്ങി വെക്കണം. ഇതിന് നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മെത്തേഡാണ്. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നമ്മൾ മാമ്പഴം ഉള്ളപ്പം പല രീതിയിലും ഉണ്ടാക്കുമല്ലോ, പക്ഷെ ഇത് നല്ല ടേസ്റ്റും ഉണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കാം. തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിനൊരു വറവിടുക, അത്രേ ഉള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. പിന്നെ ഒരു നുള്ള് ജീരകം, കറിവേപ്പില, ഇതിനകത്ത് നല്ല ടേസ്റ്റാണ് ഇതിന്. നിങ്ങളും ഈ മാമ്പഴക്കാലത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ, ബൈ.